number 21 fourth question. Is 101 a term of the arithmetic sequence 13, 24, 35, etc.? What about 1001? Arithmetic series തന്നിട്ടുണ്ട് 13, 24, 35 എന്ന്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു 101 ഈ ടേമിലെ ഈ സീരീസിലെ നമ്പർ ആണോ എന്ന് ഫൈൻഡ് ചെയ്യാനാണ്. 101 ഈ സീരീസിലെ നമ്പർ ആണോ എന്ന് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ആണല്ലോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് d is equal to d ആണ് കോമൺ ഡിഫറൻസ്. d is equal to കോമൺ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് d എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ്. That is d is equal to 24 minus 13. 24 minus 13 ഡിഫറൻസ് എത്രയാണ്? 11 അല്ലേ? 11. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. ഇനി ഏത് നമ്പർ ആയാലും കോമൺ ഡിഫറൻസ് ഈ തന്ന ഏത് ഈ നമ്പർ ഈ സീരീസിൽ എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പോൾ ഏത് നമ്പർ വേണോ ഈ സീക്വൻസിനകത്ത് ഇൻക്ലൂഡഡ് ആവാം, ഉൾപ്പെടാൻ പറ്റും. അപ്പോൾ അത് ഈ സീരീസിലെ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏത് നമ്പർ നമ്മുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 101 ഈ സീരീസിലെ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഫസ്റ്റ് 101ന് ഫസ്റ്റ് ടേമുമായിട്ട് ഡിഫറൻസ് എടുക്കണം. 101ഉം 13ഉം ആയിട്ടുള്ള ഡിഫറൻസ്. ദാറ്റ് ഈസ് 101 മൈനസ് 13 വിച്ച് ഇസ് ഈക്വൽ ടു 11 നിന്ന് 3 പോയ 8, പിന്നെ ഇവിടെ 9 നിന്ന് 1 പോയ 88 അല്ലേ? 88 എന്ന് കിട്ടും. ഈ 88നെ നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കാരണം ഈസി ആയിട്ട് മീൻസ് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, റിമൈൻഡർ കിട്ടാതെ പോസിബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഈ സീരീസിലെ നമ്പറാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ സീരീസ് നമ്പർ, ഈ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത നമ്പർ ആണെന്ന്, ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ് എന്ന് എഴുതണം. അപ്പോൾ ഇതിൽ ടേം ഓഫ് ദ സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന നമ്പറിനെ ഫസ്റ്റ് നമ്പറുമായിട്ട് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന കോമൺ ഡിഫറൻസ് കൊണ്ട് പൂർണ്ണമായും ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ടേം ഓഫ് ദ സീരീസ്, അല്ലെങ്കിൽ നോട്ട് എ ടേം ഓഫ് ദ സീരീസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. 24 മൈനസ് 13 ദാറ്റ് ഈസ് 11. 11 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ അല്ലേ? 11/11 1. അതുപോലെ 35 മൈനസ് 13 എന്ന് പറഞ്ഞാൽ എത്ര വരും? 35 മൈനസ് 13. 5 മൈനസ് 3 2, 3 മൈനസ് 1 22. 22നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായാൽ ഏതെങ്കിലും ഈ തന്നിരിക്കുന്ന നമ്പർ ഏത് നമ്പറാണോ ഈ സീരീസിലെ നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത് ആ പെർട്ടിക്കുലർ നമ്പറിന് ഫസ്റ്റ് നമ്പറുമായിട്ട് ഫസ്റ്റ് ടേമുമായിട്ട് ഡിഫറൻസ് എടുക്കണം. ആ കിട്ടുന്ന ഡിഫറൻസ് നമുക്ക് പൂർണ്ണമായിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിലെ നമ്പറാണ്, അല്ലെങ്കിൽ നോട്ട് എ നമ്പർ, നോട്ട് ദ ടേം ഓഫ് ദ സീരീസ് എന്ന് എഴുതണം. അപ്പോൾ ആദ്യം എന്തോ എഴുതാം? കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ 101 ഫസ്റ്റ് ഏത് ടേം ചെക്ക് ചെയ്യേണ്ട ടേം? ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ടേം 101 ആണ്. 101ഉം 13ഉം ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ 101 ആൻഡ് 13 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 101ഉം 13ഉം ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 88 എന്ന് കിട്ടും. 101 മൈനസ് 30 വിച്ച് ഇസ് ഈക്വൽ ടു 88. ഇനി ഈ 88നെ എന്തോന്നുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം? 11 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം. 11 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 88 ഡിവൈഡ് ബൈ 11 എത്രയാണ്? 8 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 88 ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു 8 ആണ് 88 എന്ന് പറയുന്നത്. അപ്പോൾ 11 ഇൻറ്റു 8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഡിവിസിബിൾ ആണ്, പൂർണ്ണമായും നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെയർഫോർ ഇറ്റ് ഈസ് എ ടേം ഓഫ് ദ സീരീസ്. ഇനി ഇത് എത്രാമത്തെ ടേം എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 8 ആണ് കിട്ടിയത്. കാരണം 8 ടൈംസ് ഈ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമിനോടൊപ്പം 8 ടൈംസ് ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 101 എന്ന് കിട്ടിയത്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടേമിനോടൊപ്പം 8 ടൈംസ് ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് 8 പ്രാവശ്യം. ഫസ്റ്റ് ടേമിനോടൊപ്പം എനിക്ക് സെക്കൻഡ് ടേം കിട്ടാൻ ഞാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നത്? സെക്കൻഡ് ടേം ദാറ്റ് ഈസ് x2 കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ടേമിനോടൊപ്പം എത്ര പ്രാവശ്യം ആഡ് ചെയ്യും?
ഫസ്റ്റ് ടേമിനോടൊപ്പം ഒരു പ്രാവശ്യം ഡി ആഡ് ചെയ്യും. അതുപോലെ x3 കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിനോടൊപ്പം 2 ടൈംസ് ഡി ആഡ് ചെയ്യും. അതുപോലെ ഫസ്റ്റ് ടേമിനോടൊപ്പം ഫസ്റ്റ് ടേം അതാണ് നമ്മൾ ഡിഫറൻസ് എടുത്തത്. ഏതാണ് 101 13 ഫസ്റ്റ് ടേമിനോടൊപ്പം 8 ടൈംസ് ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് 101 എന്ന് ടേം കിട്ടിയത്. അപ്പോൾ അത് എത്രാമത്തെ ഫസ്റ്റ് ടേമിനോടൊപ്പം ആണ് ആഡ് ചെയ്തത് 8 ടൈംസ്. അപ്പം 9th ടേം ഫസ്റ്റ് ടേം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. 8 പ്രാവശ്യം ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 8 പ്രാവശ്യം റിപ്പീറ്റഡ്ലി ആഡ് ചെയ്തു. ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് അടുത്ത നമ്പർ ഉണ്ടാക്കി, അടുത്ത പ്രാവശ്യം ആഡ് ചെയ്ത് അടുത്ത നമ്പർ ഉണ്ടാക്കി, അങ്ങനെ 8 പ്രാവശ്യം ആഡ് ചെയ്ത് 8ാമത്തെ നമ്പറും ഈ 1ാമത്തെ നമ്പറും കൂടെ കൂട്ടി 9ാമത്തെ ടേം ആണ് ഈ സീരീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഓർമ്മിച്ചോളണം, ഈ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഇപ്പോൾ ഇതിൽ ചോദിച്ചിട്ടില്ല ഇതിൽ ടേം ഓഫ് ദ സീരീസ് ആണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അഥവാ നമ്പർ ഏത് എത്രാമത്തെ ടേം ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 9th ടേം എന്ന് പറയണം. Therefore 101 is got by adding 8 times of the common difference 8 times ആരോടൊപ്പം ആഡ് ചെയ്തത് ഈ 13നോടൊപ്പം കോമൺ ഡിഫറൻസ് to 13. Thus 101 is 13 times 13നോടൊപ്പം 8 ടൈംസ് ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് 13 ഓൾറെഡി ഉണ്ട്, 13നോടൊപ്പം 8 ടൈംസ് ഒരു പ്രാവശ്യം 11 ആഡ് ചെയ്തു, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം 11 ആഡ് ചെയ്തു, അങ്ങനെ ഓരോ പ്രാവശ്യവും ആഡ് ചെയ്ത് ഓരോ നമ്പർ ഫോം ചെയ്യാണ്. അങ്ങനെ 8 + 9 9ാണ് 101 എന്ന് പറയുന്ന ടേം, 9ാമത്തെ ടേം ആണ്. Thus 101 is the 9th term of the sequence. ഇതിപ്പോൾ ടേം എത്രയും ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഇറ്റ് ഇസ് എ ടേം ഓഫ് ദ സീരീസ് എന്ന് എഴുതിയാൽ മതി. 9th term of the sequence എന്ന് എഴുതണം. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്തോന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വാട്ട് അബൌട്ട് 1001? This 101 is a term of the sequence. 101 ഈ ടേം സീക്വൻസിന്റെ ടേം ആണ്. കാരണം 8th + 1 9th ടേം ഓഫ് ദ സീക്വൻസ് ആണ് 101. ഇനി എന്തോന്ന് ചെക്ക് ചെയ്യണം. വാട്ട് അബൌട്ട് 1001 ഈ ടേമിൽ ഈ സീരീസിലെ ടേം ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 13, 24, 35 ആണ് സീരീസ് എന്ന് പറയുന്നത്. നേരത്തെയുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, അതിലെ സബ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അബൌട്ട് 1001? അതിന് ഡി ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് 24 - 30 which is equal to നമുക്ക് എത്രയെന്ന് കിട്ടി 11 എന്ന് കിട്ടി. ഇനി ദസ് എന്തോന്നാണ് വാട്ട് അബൌട്ട് 1001 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനും എന്ത് ചെയ്യണം. 1001ഉം 13ഉമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. Therefore difference between -1001 - 13 is equal to 11 - 3 എത്രയാണ് 8 അല്ലേ. 8 അതുപോലെ പിന്നെ ഇവിടെ 9 ഉള്ളൂ. 9 - 1 8 988 എന്ന് കിട്ടും. 988. ഇനി ഇതിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 988 ഡിവൈഡ് ബൈ 11 എത്ര ടൈംസ് ആണ് പോകുന്നത്? 8 ടൈംസ് അല്ലേ. 88 ദാറ്റ്സ് ഈക്വൽ ടു 108 എന്ന് കിട്ടും. അപ്പോൾ പോകത്തില്ലല്ലോ. ഇതിന് ഈസി എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഇല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ therefore it is not a multiple of 988 is not a multiple of 11. Therefore 1001 is 101 term of the series ആണ്. എന്നാൽ 1001 not a term of the series അല്ലെങ്കിൽ സീക്വൻസ്. ഇതാണ് ആൻസർ. അപ്പോൾ തന്നെ ഏത് ടേം ആണോ തന്നേക്കുന്നത് അതിനെ ഫസ്റ്റ് നമ്പറുമായിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂവിന് നമുക്ക് ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് ഈ നമ്പർ എങ്കിൽ ഇറ്റ് ഈസ് എ ടേം ഓഫ് ദ സീരീസ് അല്ലെങ്കിൽ നോട്ട് എ ടേം ഓഫ് ദ സീരീസ് ആണ്. ഓക്കെ, വിച്ച് ഈസ് ദ ആൻസർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും.